30 വർഷം പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ 108 കുടുംബങ്ങൾ ആശങ്കയിൽ കഴിയുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 4, 7, 8 വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള ജലധാര കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ജലസംഭരണിയുടെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. സംഭരണിക്ക് താഴെയുള്ള വീടുകളിലുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത്. നിലവിലെ സംഭരണി പൊളിച്ചു നീക്കി മറ്റൊരു സംഭരണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പരിസരത്തുള്ള 108 കുടുംബങ്ങളിൽ 70-ലധികം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറില്ല. ഇവരുടെ ഏക ആശ്രയം ഈ കുടിവെള്ള പദ്ധതിയാണ്. സംഭരണിയിൽ വെള്ളമില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മുൻപ് ജലധാര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതർ 16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങളെ മെമ്പർ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ജലധാര കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ മെമ്പറെ വിളിക്കാറുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങളത് വിശ്വസിച്ചു. ഞങ്ങളെ മെമ്പറേനും വിശ്വസിച്ചു, പഞ്ചായത്തിനും വിശ്വസിച്ചു. ഇപ്പോഴാണ് പറയണത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫണ്ട് ഇല്ല എന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ടാങ്ക് ഇതാ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിണ്ട് പൊട്ടി അതിന് വിള്ളലുകൾ സംഭവിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഞങ്ങൾ നിരന്തരമായിട്ട് ഭരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട്, വന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. എന്നാൽ ഇതേക്കുറിച്ച് അധികൃതർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പണം അനുവദിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം വരൾച്ചയെ നേരിടുന്നതിന് ഓരോ ഗുണഭോക്താവും 1000 രൂപയെടുത്ത് ജലവിതരണ മോട്ടോർ പുരയിലേക്ക് 3 ഫേസ് കണക്ഷൻ എടുത്തിരുന്നു. MP, MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്ത് 10-13 വീടുകളുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നത് പൊളി പിടിക്കേണ്ടായിരുന്നു. ഈ 13 വീടുകൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മോട്ടർ അടിച്ച് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി.